അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ശരിക്കും സ്വലാത്തിൻ്റെ ഫലങ്ങൾ എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് ഭയങ്കര കൊതിയാലേ. കാരണം എന്താ, നമ്മുടെ ലൈഫിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളുടെ ഫലം ഇത്രത്തോളം ഉണ്ടല്ലോ പഠിച്ചോനെ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും മനസ്സിന് വല്ലാത്ത കുളിരാണില്ലേ, വല്ലാത്ത സമാധാനമാണില്ലേ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടച്ച റബ്ബ് കൊടുത്ത ആ ഒരു മഹത്വം, ആ ഒരു അളമത്ത്, അല്ലെങ്കിൽ ആ ഒരു പവിത്രത എത്രത്തോളമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും വല്ലാണ്ട് കണ്ണൊക്കെ നിറഞ്ഞു പോകില്ലേ. കാരണം എന്താ, പടച്ച റബ്ബ് ഒന്നുമില്ലാത്ത പാപികളായിട്ടുള്ള നമ്മളെ ആ നേതാവിൻ്റെ ഉമ്മത്തീങ്ങളിൽ ഉൾപ്പെടുത്തിയില്ലേ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പോലും പടച്ച റബ്ബിനോട് പറഞ്ഞില്ലേ, പടച്ചോനെ ആ ഉമ്മത്തീങ്ങളിൽ ഇനി ഉൾപ്പെടുത്തി തരണേ പടച്ചോനെ എന്ന് പറഞ്ഞപ്പോൾ പടച്ച റബ്ബ് ഈ ഉമ്മത്തിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കൊടുത്തു അല്ലേ. അപ്പോൾ അവർ പോലും ആഗ്രഹിച്ച ആ ഒരു സൗഭാഗ്യം പടച്ച റബ്ബ് പാപികളായിട്ടുള്ള നമുക്ക് തന്നില്ലേ. ഇതിന് തന്നെ എത്ര നന്ദി പറഞ്ഞാലാ മതിയാകുക. ഈ ഒരു ഉൾപ്പെടുത്തിയതിന് എത്ര ശുക്ർ പറഞ്ഞാലാ ശരിക്കും മതിയാകുക, അറിയില്ല പടച്ചോനെ. അതുകൊണ്ട് വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ആ ഹബീബിൻ്റെ മേലിലുള്ള അമലാണ് സ്വലാത്ത്. ആ സ്വലാത്തിൻ്റെ പവർ, ആ സ്വലാത്തിൻ്റെ ഖുവ്വത്ത്, ആ സ്വലാത്തിൻ്റെ അളമത്ത്, ആ സ്വലാത്തിൻ്റെ ഫള് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ മേൽ കഴിയുന്നത്ര സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളതാണ്. അവിടത്തോടുള്ള നന്ദിയാണത്, അവിടത്തോടുള്ള കടപ്പാടാണത്. എത്ര ചൊല്ലിയാലും കടപ്പാടോ നന്ദിയോ ഒന്നും തീരാൻ പോണില്ല. കാരണം അവിടുത്തെ അവസാന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ സമൂഹം, എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിതുമ്പിയത് മരണവേദനയിലല്ല, റൂഹ് പിടിക്കുന്ന വിതുമ്പലിലല്ല. പടച്ചോനെ, എൻ്റെ ഹബീബിനെ ഒരുപാട് ഇഷ്ടം വെക്കാൻ, ഒരുപാട് സ്നേഹിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണേ പടച്ചോനെ. എന്താണെങ്കിലും പറഞ്ഞു വരുന്നത്, അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വല്ലവനും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായ നിലയിൽ അവനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു അവനെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ആലോചിച്ച് നോക്കി, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഹബീബ് ആദ്യം അവരെ ഇഷ്ടപ്പെടണം, എന്നാലേ അള്ളാഹ് ഇഷ്ടപ്പെടുള്ളൂ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഹബീബിൻ്റെ പൊരുത്തം, ആ പൊരുത്തത്തിലാണ് അള്ളാഹിൻ്റെ പൊരുത്തം. ഹബീബിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തമുണ്ട്. ഹബീബിൻ്റെ പൊരുത്തം ഇല്ലേ, അള്ളാഹിൻ്റെ പൊരുത്തമല്ല. അള്ളാഹ് കാക്കട്ടെ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടത്തേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.